ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ 30 years തൊട്ട് നമുക്കൊരു പെർസെൻറ്റേജ് ഓഫ് നമ്മുടെ മസിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് നാച്ചുറലി. 40 ആകുമ്പോഴത് കൂടുകയാണ്. അപ്പം അങ്ങനെ ഞാൻ കേട്ടു. അപ്പം ഈ മസിലിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലേ, സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലേ, അത് ശരിക്കും ഒരാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ആക്ച്വലി ഏതൊരാളുടെ ട്രെയിനിങ് പാറ്റേണിലും ട്രെയിനിങ് പ്രോട്ടോക്കോളിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. കാരണം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം സ്ട്രെങ്ത് വേണം ഇല്ലേ. ഇപ്പം എനിക്കൊരു ചാക്ക് അരി ഇവിടുന്ന് പൊക്കിക്കൊണ്ട് എൻ്റെ വീട് വരെ ഒന്ന് കയറ്റണമെങ്കിൽ എനിക്ക് സ്ട്രെങ്ത് വേണം. അപ്പം അതിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്താലേ ഒക്കെ ഉള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം പകുതി വഴിക്കെത്തുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിലും പോലും നമുക്ക് സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ രേണു പറഞ്ഞ പോലെ എവറി ഡെക്കേഡിൽ 3 to 8% ഒക്കെ നമുക്ക് മസിൽ മാസ് ഡ്രോപ്പ് ആവും നമ്മൾ ആസ് വി ഏജ്. അത് നാച്ചുറലാണ്. എസ്പെഷ്യലി വിമനിന് കൂടുതലാണ്. കാരണം ഒരു ജനറലി ഒരു ആണിന് 43% ഓഫ് ഹിസ് ബോഡി ഈസ് മസിൽ മാസ്. നേരെ മറിച്ച് വിമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 34% അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഏജ്ഡ് ആകുമ്പോൾ ഒന്നും കൂടെ മസിൽ ലോസ് ഒന്നും കൂടെ സംഭവിക്കും. അതുകൊണ്ട് മോർ ദൻ മെന്നിന് ആവശ്യമാണ് എന്തായാലും. പക്ഷേ വിമൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. കാരണം ഈ മസിൽസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്കൊരു ലോഞ്ചിവിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് ഇറ്റ് ക്യാൻ മേക്ക് യു ലുക്ക് ഈവൻ യങ്ങർ വെൻ യു ആർ ഡൂയിങ് സ്ട്രെങ്ത് ട്രെയിനിങ് ലോങ് ടേം. ദാറ്റ്സ് നൈസ്. അപ്പോൾ ഈ എയ്റോബിക്സ്, സുംബ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി ഇതൊക്കെ ഇല്ല. അപ്പോൾ ശരിക്കും ഇതൊക്കെ ആളുകൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തില്ലെങ്കിലും നമ്മൾ എയ്റോബിക്സും സുംബയും ഓട്ടവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനെ പകരമാവും ആണോ? ഒരിക്കലും ഇല്ല. കാരണം ഓരോ ട്രെയിനിങ് പാറ്റേണിൻ്റെയും ഗോൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ കാർഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണ്, ഹാർട്ടിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ വർക്കൗട്ട്സ്. ഇപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഹെവി വെയ്റ്റ്സ് പൊക്കണമെങ്കിൽ എൻ്റെ മസിലിന് ആ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് വേണം അല്ലേ. അതിപ്പോൾ ആ സ്ട്രെങ്ത് തന്നെ ഇപ്പോൾ എനിക്ക് 1 minute ലിഫ്റ്റ് ചെയ്യാനുള്ളത് എനിക്കൊരു 5 minute അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ മസിലിന് ആ ഒരു എൻഡ്യൂറൻസ് വേണം. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താലേ എനിക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അത് എയറോബിക്സ് ചെയ്തുകൊണ്ട് എനിക്ക് ആ മസിലിന് ആ ഒരു സ്ട്രെങ്ത് കിട്ടില്ല. അതിന് വെയിറ്റ് ലിഫ്റ്റിംഗ് തന്നെ ചെയ്യാൻ പാടുള്ളൂ. എയറോബിക്സ് ചെയ്യുന്നതിൻ്റെ ഗോൾ ഡിഫറെൻ്റ് ആണ്, യോഗ ചെയ്യുന്നതിൽ സ്ട്രെച്ചിങ് ചെയ്യുന്നതിൻ്റെ ഗോൾ ഡിഫറെൻ്റ് ആണ്, കാർഡിയോയുടെയും ഗോൾ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവുക. റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ഒക്കെ ആയിട്ട് കണ്ടതാണ് പ്രോട്ടീൻ പൗഡറിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. അതായത് ഇത്രയും കാലം എല്ലാവരും ഇത് കഴിയുന്ന ഉടനെ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ പറഞ്ഞു പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കുന്നത് കൊള്ളത്തില്ല. സത്യത്തിൽ പ്രോട്ടീൻ പൗഡർ ആവശ്യമാണോ? ആക്ച്വലി പ്രോട്ടീൻ പൗഡർ അല്ല, പ്രോട്ടീനാണ് നമുക്ക് ആവശ്യം. ഓക്കെ, പലർക്കും കൺവീനിയൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡർ എടുക്കുക എന്നുള്ളത്. കാരണം പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ, എസ്പെഷ്യലി മസിൽ ഗെയിനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ ത്രൂ ഫുഡിനേക്കാളും അവർക്ക് കൺവീനിയൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡറാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ പൗഡേഴ്സ് ഒരിക്കലും ഈ വരുന്ന ഓരോ ഡബ്ബാസ് ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് എന്താ പറയുക അപ്രൂവ്ഡ് ആയിട്ട് വരുന്നതല്ല. നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് FSSAI. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്താ പറയുക ഫുഡിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവർ ലൈസൻസ്ഡ് ആയിരിക്കും പല കമ്പനീസും, പക്ഷേ എല്ലാ കമ്പനീസും ഇതിൻ്റെ കീഴിൽ ലൈസൻസ്ഡ് അല്ല. ഒരു പോയിന്റ്. പിന്നെ വരുന്നത് അവർ ജനറലി ഒരു ചെക്ക് ചെയ്യുള്ളൂ. എല്ലാ പ്രോട്ടീൻ പൗഡേഴ്സിൻ്റെ ബോക്സസും ഒന്നും അവർ ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവർ ഈ ബ്രാൻഡ്സ് ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ടോ, ജെനുവിൻ ആണോ, ഹെവി മെറ്റൽസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അപ്രൂവ്ഡ് അല്ല എല്ലാ വരുന്ന ഡബ്ബാസും. അതാണ് അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അതാണ് കാരണം നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡബ്ബയിൽ എന്താണുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കും പ്രോട്ടീനാണ് കിട്ടുന്നത്. പക്ഷേ അതിൽ എത്രത്തോളം ഒതൻറ്റിസിറ്റി ഉണ്ടെന്ന് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും സേഫർ സൈഡ് നമുക്ക് ഫുഡിൽ ത്രൂ തന്നെ മാക്സിമം നമുക്ക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റ് ഡെഫിനറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത് ശരിയാണോ? വർക്കൗട്ട് ചെയ്യുന്നതെന്നല്ല, മഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതിന് ഈ മൈഗ്രെയിനും ഒക്കെ ആയിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ള ഒരാൾക്ക് മൈഗ്രെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബോഡിക്ക് എന്താ പറയുക മഗ്നീഷ്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം എന്നല്ല, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇത് നമുക്ക് ത്രൂ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ. കാരണം ഈ ന്യൂട്രിയൻസിൻ്റെ റിക്വയർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് എമൗണ്ടിലാണ്, ഈ മൈക്രോഗ്രാം മില്ലിഗ്രാം അത്രയൊക്കെ ഉള്ളൂ. അത് നമ്മളൊരു പ്രോപ്പർ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ മൈക്രോ ന്യൂട്രിയൻസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട്, ഇപ്പോൾ ഒത്തിരി മൈഗ്രെയിൻ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, അല്ലാതെ നിർബന്ധമൊന്നുമില്ല.
അതുപോലെ റീസെൻ്റ്ലി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡയറ്റുകളിലൊന്നാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. അപ്പം അങ്ങനത്തെ ഫുഡുകൾ ഇപ്പോൾ വിദ്യാബാലനും മാധവനും എല്ലാം ഞങ്ങളെ ഫുഡിൽ ഇൻഫ്ലമേറ്ററി സാധനങ്ങൾ മാറ്റിയപ്പോഴാണ് മെലിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, അല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആണോ അങ്ങനത്തെയൊക്കെ? അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ചില ഫുഡ്സ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. പക്ഷേ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് എന്താ പറയുക, നമ്മൾ ജങ്ക് ഫുഡ് എന്നൊക്കെ നമ്മൾ യൂഷ്വലി പറയില്ലേ, ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പിന്നെ എന്താ ക്യാൻഡ് ഫുഡ്സ്, അങ്ങനെ ട്രാൻസ് ഫാറ്റൊക്കെ ഒത്തിരിയുള്ള ഫുഡ്സ്, അങ്ങനത്തെ ഫുഡാണ് പൊതുവേ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ചിലരുടെ ബോഡിയിൽ ഈവൻ ഹെൽത്തി ഫുഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ഫുഡ്സ് ചിലർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. അത് നമുക്ക് എല്ലാവർക്കും അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഓരോ ആൾക്കാരുടെയും ബോഡി അസസ് ചെയ്യുമ്പോൾ അവരുടെ ഫുഡും എങ്ങനെയാണെന്ന് അസസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ നമുക്കൊരു എലിമിനേഷൻ ഡയറ്റാണ് ഫോളോ ചെയ്യുക. ഓക്കെ, അതായത് ഏത് ഫുഡ് ഐറ്റമാണ് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊരു എലിമിനേഷൻ പ്രോസസ്സ് ത്രൂ മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ എനിക്കൊരു ഡൗട്ടാണ്, എൻ്റെ ക്ലയൻറ്റിന് എന്താ പറയുക, ഡെയറി പ്രോഡക്ട്സ് കഴിക്കുമ്പോഴാണ് എന്താ പറയുക ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡെയറി റിമൂവ് ചെയ്യും ഒരു 2 വീക്സിലേക്ക്. എന്നിട്ട് ഈ ഇൻഫ്ലമേഷൻ ബോഡിയിൽ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ നമ്മളിത് റീഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെയും സിംറ്റംസ് തിരിച്ച് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫുഡ് ഈ ഒരു ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ്, നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല എല്ലാവർക്കും. ഈ ഡയറി, ഗ്ലൂട്ടൻ, അതൊക്കെയാണ് ഹെൽത്തി ഫുഡ്സ് വിച്ച് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ. ബട്ട് അത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. പക്ഷേ ചെറിയൊരു എക്സ്റ്റെൻറ്റിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഹെൽത്തി ഫുഡ്സ് ഇതാ. പക്ഷേ അതല്ലാതെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഒഴിവാക്കണം എന്ന് പറയുന്ന ഫുഡ്സൊക്കെ തന്നെയാണ് ഈ പ്രോസസ്ഡ് ഫുഡ്സും അങ്ങനത്തെ ക്യാൻ ഫുഡ്സൊക്കെയാണ്. അതല്ലാതെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഫുഡ് അത് ആരും കഴിക്കാൻ പാടില്ലാത്ത തന്നെ, അല്ലെങ്കിൽ ഒത്തിരി ലിമിറ്റ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് അത് അങ്ങനത്തെ തന്നെയാണ്. അപ്പം അത് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണ് ഇത് വരുന്നതെന്നുള്ളത്. ഇനി ഞാൻ കേട്ടു 4 തവണയിൽ കൂടുതൽ ഒരു സ്ത്രീ ഒരാഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത 30 മുതൽ 50% വരെ കുറവാണെന്ന്. അങ്ങനെയുണ്ടോ? ആക്ച്വലി വർക്കൗട്ട് ചെയ്യുന്നത് ഏതൊരു അസുഖം പ്രിവെൻറ്റ് ചെയ്യാനും കുറയ്ക്കാനും നല്ല റോൾ എടുക്കും. കാരണം എല്ലാത്തരം മിക്ക ഡിസീസസിൻ്റെയും ചെറിയൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഇന്നത്ര ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ലിങ്ക്ഡ് ആണ്. നമുക്ക് എപ്പോഴും സെഡൻറ്ററി ആയിട്ടൊരാൾക്ക് ഡിസീസസ് കൂടുതൽ പ്രോൺ ആണ് ആൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഏതൊരാളും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പല ഡിസീസസിനെയും പ്രിവെൻറ്റ് ചെയ്യും ഒരു പരിധിക്ക് വരെ. ദാറ്റ്സ് എ ഫാക്ട്. അതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന ആൾ അയാൾക്ക് ഡിപ്രഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാൻ പ്രോണായിട്ടുള്ള ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ തള്ളി നീക്കാൻ പറ്റും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉറപ്പായിട്ടും പറ്റും. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ്ഡ് ആവും, നമ്മൾ പോലും അറിയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ പോയി നല്ലൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ മൂഡ് ഒന്നും കൂടെ അപ്ലിഫ്റ്റഡ് ആവും. കാരണം നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ്ഡ് ആവും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് യു ആർ ഡിപ്രസ്ഡ് ഓർ ആ ഒരു മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ആക്ച്വലി. ഏത് പ്രായത്തിൽ പിള്ളേർക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം? ഓഫ് കോഴ്സ് ഈ പുറത്ത് ഓടി നടക്കുന്നതല്ലാതെ പിള്ളേർ ഏത് പ്രായത്തിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏത് പ്രായത്തിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം? ആക്ച്വലി കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കലി ആക്റ്റീവായിട്ട് നടക്കുന്ന ആൾക്കാർ. ഇപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പോഴല്ല, ഞാൻ ഈവൻ ജനറലി സ്പീക്കിംഗ് ആണ്. ഏറ്റവും ഇപ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടീനെ നോക്കുകയാണെങ്കിൽ അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, ഫുൾ ടൈം ഓടി നടക്കുകയായിരിക്കും. ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് അവരുടെ ബോഡീസ് ആയിരിക്കും. ഈവൻ നമ്മൾ ഏജ്ഡായി നമ്മളൊരു സെഡൻറ്ററി രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ബോഡിയിൽ പല ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് വരുന്നത്, സ്ട്രെങ്ത് കുറഞ്ഞ് വരുന്നത്, സ്റ്റാമിന കുറഞ്ഞ് വരുന്നതൊക്കെ സെഡൻറ്ററി ആകുമ്പോഴാണ്. ഏത് സമയത്ത് ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക, ഏത് സമയത്താണ് അവർക്ക് സ്ക്രീൻ ടൈം കൂടുതൽ വരുന്നത്, എപ്പോഴാണ് അവർ ഒരു സ്ഥലത്ത് ഇരുന്ന് മാത്രം അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുക, ഓടി നടക്കുന്നില്ല എന്ന് എപ്പോൾ തോന്നുന്നോ അപ്പോൾ വേണം അവർ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ഏജ് ബേസിസിലല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് എപ്പോഴാണ് ഫീൽ ആവുന്നത് ഈ കുഞ്ഞിന് ആവശ്യത്തിന് ഫിസിക്കൽ ആക്ടിവിറ്റി ആൾ ചെയ്യുന്നില്ല നമുക്ക് എപ്പോൾ തോന്നുന്നോ, at that time parents have to guide them to do something physically active ആക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ് ചെയ്യാം. ഏജ് അല്ല ഫാക്ടർ, നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഒരു സ്ഥലത്ത് കൗച്ച് പൊട്ടറ്റോ പോലെ കിടക്കുന്ന കണ്ടു കഴിയുമ്പോൾ വി ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് എന്നുള്ളത്. എന്തെങ്കിലും അവർക്ക് ഹാപ്പിനെസ് തോന്നുന്ന അല്ലെങ്കിൽ അവർക്കും കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന എന്ത് ആക്ടിവിറ്റിയിൽ വേണമെങ്കിലും അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാം ആക്ച്വലി. അതുപോലെ ചോക്ലേറ്റ്സ് സ്ത്രീകൾ കഴിക്കുന്നത് അത്ര കൊള്ളത്തില്ല. ഓഫ് കോഴ്സ് സ്വീറ്റ്സ് ആരും കഴിക്കുന്നത് കൊള്ളത്തില്ല എന്ന് പറയാറുണ്ട്. സ്ത്രീകളും ചോക്ലേറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്ത്രീകളും ചോക്ലേറ്റും എന്നല്ല, കാരണം എന്താ പറയുക, പലർക്കും ഇപ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ് പലരും. ഓക്കെ, അപ്പോൾ ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഒത്തിരി കൂടുതൽ എല്ലാവർക്കും കാണുന്നുണ്ട്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകുമ്പോൾ PCOS അങ്ങനെ പല കണ്ടീഷൻസും
പല സ്ത്രീകൾക്കും വരുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ PCOD ഭയങ്കര കോമൺ ആണല്ലോ. PCOD മെയിൻ ഒരു പ്രീകഴ്സർ ഇല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്താ പറയുക ഈ PCOD, ഐ മീൻ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചോക്ലേറ്റ്സ് ഇച്ചിരി കുറയ്ക്കാമെന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഒരു പരിധിക്ക് വരെ നമുക്കൊന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ്സ് ഇല്ലെങ്കിൽ എന്ത് ഷുഗർ കണ്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സും ഒക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറയുന്നത് ഹോർമോൺസിനെയും ബാക്കി ഇൻസുലിൻ റെസിസ്റ്റൻസിനെയൊക്കെ ഒന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൃശ്യയുടെ അടുത്ത് ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു റീസൺ ദൃശ്യയുടെ ഇൻസ്റ്റഗ്രാമും കൂടിയാണ്. അതിൻ്റെ ഉള്ള ദൃശ്യയുടെ പ്രഗ്നൻസി ജേർണി, അതിനുശേഷം വന്നൊരു മാറ്റം, ദൃശ്യയാണോ ആ ആൾ എന്ന് സംശയിക്കുന്ന പോലെയുള്ളൊരു ചേഞ്ചാണ് വന്നത്. അതിനുശേഷം ബിസിനസ്സിലേക്ക് വരുന്നു. എന്താണ് ആ ഒരു സ്റ്റോറി, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ആക്ച്വലി ഞാൻ പണ്ട് മുതലേ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് ആയിട്ടൊരു ആളാണ്. പക്ഷേ ഏതൊരു അമ്മയും പോലെ പ്രഗ്നൻസി ടൈമിൽ ഞാനും കൺസേൺഡ് ആയിരുന്നു. ഞാൻ വർക്കൗട്ട് ചെയ്താൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു കൺസേൺ എനിക്ക് ആ നേരത്തുണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് നോട്ട് അവെയർ. ഇതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈവൻ പല സ്ത്രീകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ മദർഹുഡ് ആ ഒരു ജേർണിയിൽ എനിക്ക് ഫീൽ ചെയ്തത് എന്നെപ്പോലെ കുറേ പേരുണ്ടാവും. ഓക്കെ, ഈവൻ പോസ്റ്റ്മോർട്ടം സ്റ്റേജിലാണെങ്കിലും കുനിഞ്ഞിന്ന് കുഞ്ഞിൻ്റെ ഒരു ഡയപ്പർ മാറ്റുക എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേൾക്കുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ട് തോന്നും. പക്ഷേ ഓരോ മദറിൻ്റെ സ്ട്രഗിളാണ്. നമ്മുടെ കോർ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആകുക, നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആവുക. അപ്പോൾ നമുക്ക് തന്നെ ഈവൻ ഒരു മിററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈവൻ നമ്മൾ ഐ ഫീൽ പ്രൗഡ് ദറ്റ് ഐ ഹാവ് ഗോൺ ത്രൂ ദിസ് ജേർണി എന്നുള്ളത്. ബട്ട് ഡീപ്പ് ഇൻസൈഡ് എവിടെയോ ഒരു സങ്കടം ഉണ്ടാവും. പക്ഷേ ഇതേ ഒരു ഫീലിംഗ് പല സ്ത്രീകൾക്കും അമ്മമാർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം. സോ ഐ വാണ്ടഡ് ടു ഹെൽപ്പ് അതേഴ്സ്. എന്നെപ്പോലെ ഫീൽ ചെയ്യുന്ന എല്ലാവർക്കും യു ഹാവ് ടു സ്റ്റാർട്ട്. ദിസ് ഇസ് നോട്ട് എൻ മദർഹുഡ് ഈസ് നോട്ട് എൻ എൻഡ്. ഇറ്റ് ഈസ് എ ബിഗിനിങ് ഓഫ് എ ബ്യൂട്ടിഫുൾ ജേർണി അഹെഡ് എന്ന് ബാക്കിയുള്ളവർക്ക് ഈവൻ എന്നെപ്പോലെയുള്ള മദേഴ്സിന് ആ ഒരു ഫീലിംഗ് വരണം. ആൻഡ് ത്രൂ എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ത്രൂ പലരുടെ ലൈഫിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് തന്നെ. പ്രഗ്നൻസിയുടെ ആ ഒരു ജേർണിയിലൂടെ കടന്നു പോകുന്ന, മദർഹുഡിൻ്റെ ജേർണിയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇതിന് മുന്നേ ഇരുന്ന പോലെ തന്നെ എനിക്ക് തിരിച്ചാവാൻ പറ്റണം എന്നുള്ളത്. ദൃശ്യ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരാളാണ്. അതെങ്ങനെയാണ് ആ ജേർണി അങ്ങനെ തിരിച്ചു വിട്ട് പഴയ പോലെ ആയേ? എൻ്റെ വിശ്വാസം ഏതൊരു അമ്മയും ഇഫ് ഷീ സ്ട്രോങ്ലി ഡിറ്റർമൈൻഡ് ഞാൻ എൻ്റെ പ്രീ പ്രഗ്നൻസി സ്റ്റേറ്റിലേക്ക് പോകും, അതിനേക്കാളും സ്ട്രോങ് ആകാൻ എനിക്ക് പറ്റുന്ന ഏതൊരമ്മ ദൃഢമായിട്ട് നിശ്ചയിക്കുന്നോ എനിബഡി ക്യാൻ ഡു ഇറ്റ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതായത് പണ്ട് എങ്ങനെ ഫിറ്റ്നസ് ലെവൽ ഉണ്ടായിരുന്നോ അതിനേക്കാളും സ്ട്രോങ് ആവണം എനിക്ക്. ആൻഡ് ഐ ഹാവ് ടു ബി കോൺഫിഡൻറ്റ്. എൻ്റെ മോനൊരു ലിവിങ് എക്സാമ്പിൾ ആയിരിക്കണം. ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരാളാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എൻ്റെ കുഞ്ഞിന് ഞാനാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. പലരും ഫെയിലാവുന്നതും നമ്മൾ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും ഇഷ്യൂ വരുന്നത്. പക്ഷേ എപ്പോൾ നമ്മൾ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്നോ, എപ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോൾ ഉണ്ടാവുന്നോ എനി മദർ ക്യാൻ ഡു ഇറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. അങ്ങനെ എൻ്റെ എല്ലാ ക്ലയൻസിനും അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ദാറ്റ്സ് വൈ ഐ സ്റ്റാർട്ടഡ് ദിസ് ഫിറ്റ് ബേ വിത്ത് പൈ. നമ്മൾ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അവരെ ഇവരെ എന്നല്ല, എന്നെ നിങ്ങൾ നോക്കുന്നത് കാണിക്കുമ്പോൾ അതിനെ റിയലി പ്രൗഡ് ഓഫ് യു. അങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഇനി എനിക്ക് ചില സംശയങ്ങൾ, കുഞ്ഞു സംശയങ്ങളാണ്. ഒരൊറ്റ വർക്കൗട്ടാണ് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് എന്തായിരിക്കും? മരിക്കണ വരെ അതേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ആ ഒരു വർക്കൗട്ട് എന്താണ്? എനിക്ക് തോന്നുന്നു ഇത് ഞാൻ 2 രീതിയിൽ ആൻസർ ചെയ്യേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് വാക്കിംഗ് ആണ്. അതൊരു എക്സസൈസ് ആണോ എന്ന് പലരും ചോദിക്കും. പക്ഷേ അത് എക്സസൈസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഏത് പ്രായക്കാർക്കും ഏത് സ്റ്റേജിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരു ആക്ടിവിറ്റിയാണ് വാക്കിംഗ്. അതുകൊണ്ടാണ് ഞാൻ വാക്കിംഗ് എന്ന് പറയാം. ഒന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് യു വാക്കിംഗ് കാരണം നമുക്ക് എല്ലാ ഫിറ്റ്നസ് ഗോൾസും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എനിബഡി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു പാർട്ടായതുകൊണ്ടാണ് ഞാൻ വാക്കിംഗ് പറഞ്ഞത്. പക്ഷേ ഒരു വർക്കൗട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇഫ് യു ക്യാൻ ഡു എ ബർപ്പി ട്രെയിൻ, എപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ യു ക്യാൻ ഡു എ ബർപ്പി. കാരണം എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത വർക്കൗട്ടാണ് ബർപ്പി. പക്ഷേ ഒറ്റ വർക്കൗട്ട് കൊണ്ട് നമ്മുടെ പല മസിൽസ് എൻഗേജ് ചെയ്യുന്ന കോമ്പൗണ്ട് ആയിട്ടുള്ള എക്സസൈസ് ആണ് ബർപ്പി. ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഇഫ് യു ക്യാൻ ഡു ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്, നേരത്തെ തന്നെ ആ ഒരു ബർപ്പിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബർപ്പി വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാലും ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ട്. ഞാൻ ആലോചിക്കും എപ്പോഴും ട്രെയിനേഴ്സ് ഇത് എന്തിന് ഇൻക്ലൂഡ് ചെയ്യണം, ഏതിൻ്റെ ഇടയിൽ ഒരു ബർപ്പി, എല്ലാ സാധനത്തിൻ്റെ കൂടെ ബർപ്പി ഇന്ന് വേണ്ട, അല്ല ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ സോ ദാറ്റ് ഇസ് റീസൺ. കാരണം കോമ്പൗണ്ട് എക്സസൈസ് ആണല്ലോ അത്. മൾട്ടിപ്പിൾ മസിൽസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആ ഒറ്റ വർക്കൗട്ട് വെച്ചിട്ട്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ അത് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വാക്കിംഗ് പറഞ്ഞത്. ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലും ബർപ്പീസിന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കട്ടെ. ഇനി അതുപോലെ നമ്മളൊരു ഫിറ്റ്നസ് ട്രെയിനർ ആകുമ്പോൾ എക്സ്ട്രീം റിക്വസ്റ്റുമായിട്ട് ആൾക്കാർ വരും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എനിക്ക് ഒരു മാസമുണ്ട് 7 കിലോ കുറയണം, 14 കിലോ കുറയണം എന്നൊക്കെ. അങ്ങനെ കേട്ടിട്ടുള്ള ഏറ്റവും വിയേർഡ് ആയിട്ടുള്ളൊരു റിക്വസ്റ്റ് ഏതായിരുന്നു?
ആക്ച്വലി ഞാൻ ഏത് റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്യും എന്നാ പറയാ. അതായത് വരുന്ന ഒരാൾക്ക് അറിയില്ല, കാരണം അവർ ഇതിൻ്റെ സയൻസോ എക്സസൈസിനെ കുറിച്ചോ ഡയറ്റിനെ കുറിച്ചോ ഒക്കെ ഒത്തിരി നോളജ് ഉള്ള ആളായിരിക്കണം എന്നില്ല ഈ വരുന്ന ആൾ. അപ്പോൾ അവരുടെ റെസ്പെക്ട് എന്താണെന്ന് ഓപ്പണായിട്ട് ഞാൻ കേൾക്കാറാണ് പതിവ്. ഓക്കെ, എന്നിട്ട് ഞാൻ അവരെ എഡ്യൂക്കേറ്റ് ആണ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ഗോളായിട്ടാണ് അവർ വരുന്നതെങ്കിൽ അവർ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, അതിൻ്റെ സയൻസ് മനസ്സിലാക്കും, ഇതിന് ഇങ്ങനത്തെ സൈഡ് കാര്യങ്ങളുണ്ട്, ബോഡിയുടെ കണ്ടീഷൻ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരും. അപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക, ആരുടെയും റിക്വയർമെൻറ്റിനെ ഞാനിത് എന്താ പറയുക സപ്രസ് ചെയ്യാറില്ല. ബട്ട് ഐ ട്രൈ ടു എഡ്യൂക്കേറ്റ് ദം. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചേഞ്ച് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുക. എനിക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് കട്രീന കൈഫിനെ പോലെ ആവണം എന്ന് പറഞ്ഞൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, യു ക്യാൻ ഡു ഇറ്റ്, വൈ നോട്ട്, യു ക്യാൻ ഡു ഇറ്റ്, ബട്ട് ഡെഡിക്കേറ്റ് ദ ടൈം. ആ ഒരു കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും വേണം. ആൻഡ് തിങ്ക് ലോങ് ടേം, സ്ലോലി നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താം, ബട്ട് ഇറ്റ് വുഡ് ടേക്ക് ടൈം എന്നുള്ളത് ആളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. എന്നിട്ടായോ? ആൾക്ക് നല്ലൊരു ചേഞ്ച് വന്നു. കട്രീന കൈഫ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഷീ ലോസ് ലൈക്ക് മോർ ദാൻ 20 kgs ഒക്കെ കുറഞ്ഞു ആള്. ഓ, ദാറ്റ്സ് ഗുഡ്. യെസ്, പക്ഷെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു. ഷീ വാസ് വെരി കമ്മിറ്റഡ് ഓൾസോ. ദാറ്റ്സ് വൈ നമുക്ക് കമ്മിറ്റ്മെൻ്റ് ആണ് എപ്പോഴും പലപ്പോഴും ഈ ഹെൽത്തിൻ്റെ കാര്യം, ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും വേണ്ടത് കമ്മിറ്റ്മെൻ്റ് ആണ്. ഇഫ് യു ഹാവ് ദറ്റ് കമ്മിറ്റ്മെൻറ്റ് യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ് വാട്ട് എവർ ഇസ് യുവർ ഗോൾ. ഓക്കെ. അതുപോലെ ഈ നമുക്ക് പെട്ടെന്ന് ആവേശത്തിൽ വരുന്നവരുണ്ട്, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ആലോചിച്ചിട്ട് എനിക്ക് മെലിയണം, എനിക്ക് ഫിറ്റ് ആവണം, പല ചിലപ്പോൾ എന്നെ കാണാൻ നന്നാവണം, അതിനുവേണ്ടി മെലിയണം, പല റീസൺസ് കൊണ്ട്, പിന്നെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ വരുന്നവർ ബേസിക്കായിട്ട് വർക്കൗട്ടിലോട്ട് വരുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്? ഇൻ ജനറൽ ബേസിക് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്താ? അതായത് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത വർക്കൗട്ട് ആദ്യം തന്നെ ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു വർക്കൗട്ട് ജേർണി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഫിറ്റ്നസ് ലെവൽ അസസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഫിറ്റ്നസ് ലെവൽ എന്താണ്, എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുക എന്ന് ആദ്യമേ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവണം, ഒരു അറിവുണ്ടാവണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പോയി ഇപ്പോൾ മുട്ടുവേദന ഉള്ള ഒരാൾ, ആങ്കിളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾ ആദ്യം തന്നെ ഓടാനും ചാടാനും നിന്നാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് എന്തെങ്കിലും ഇഞ്ചുറി വരാനോ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതിനേക്കാളും നല്ലത് ആദ്യം നമ്മൾ ആ മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക, ജോയിൻറ്റിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഗ്രാജുവലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം നമുക്ക് റിസൾട്ട്സ് കിട്ടും. പെട്ടെന്നൊരു ദിവസം ഇട്ടിട്ട് പോകേണ്ടതല്ലല്ലോ ഇത്, നമുക്ക് ഗ്രാജുവലി ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഈ ഒരു ഫീൽഡിൽ നിന്ന് കഴിയുമ്പോൾ ഒരു മിത്ത് ആളുകൾ എപ്പോഴും പറയുന്നത്, എന്തിനിങ്ങനെ പറയണേ, ആ മിത്ത് എനിക്കൊന്ന് പൊളിച്ചെഴുതാൻ പറ്റിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരാഴ്ചയിൽ 7 കിലോ കുറയ്ക്കുക, ഒരു മാസം 10 കിലോ കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് പലപ്പോഴും എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നത്, വൈ കാൺട്ട് ദേ തിങ്ക് ലോങ് ടേം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറേ നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട്, കാരണം പിന്നെ ഏതൊരു വെയിറ്റ് കൂടുതലുള്ള ഒരാളുടെയും ബേസിക് ഒരു ആഗ്രഹമാണ് എനിക്ക് പെട്ടെന്ന് ഈ തടിയൊന്ന് കുറഞ്ഞായിരുന്നെങ്കിൽ. എപ്പോഴും മാത്രമല്ല അതിന് ഡെഡിക്കേറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമോ ചിലപ്പം അതിൻ്റെ ഒരു പ്രയോറിറ്റി നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യില്ല. ഓക്കെ, പലപ്പോഴും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരാൾ ഹെൽത്തി ആയിട്ടൊരു മാസം കുറയ്ക്കേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 to 4 kgs ആണ്. അതിനേക്കാളും കൂടുതൽ ഒരാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ ലോസ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഉറപ്പാണ്. കാരണം പിന്നെ വരുന്നത്, ഇപ്പോൾ ഒരാളിപ്പോൾ പുതിയതായിട്ട് ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് മന്തിൽ മേ ബി ഒരു 6 kgs വരെ കുറയാം. കാരണം ഫാറ്റ് അല്ലാതെ കൂടെ വാട്ടർ വെയിറ്റ് ഉണ്ടാവും. ഇപ്പോൾ കാപ്സ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, കാപ്സിന് വാട്ടർ റീറ്റെയിൻ ചെയ്യാനുള്ളൊരു ഒരു ഫീച്ചറല്ല, കാപ്സ് വാട്ടർ റീറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കാപ്സിൽ നിന്ന് കുറച്ചുകൂടെ പ്ലേറ്റ്സ് ഒന്ന് ബാലൻസ് ചെയ്ത് പ്രോട്ടീനും ഫൈബറും ഒക്കെ ഇൻടേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ വാട്ടർ റിട്ടൻഷൻ കുറയും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി വാട്ടർ ലോസ് ഉണ്ടാവും, വാട്ടർ വെയിറ്റ് കുറഞ്ഞു വരും. അപ്പോൾ അത് ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ 4-ന് പകരം ചിലപ്പോൾ ഒരു 5-6 kgs വരെ കുറയുന്ന സേഫാണ്. പക്ഷേ അത് എല്ലാ മാസവും അങ്ങനെ തന്നെ 6 kg 7 kg അങ്ങനെ ഒന്ന് കുറഞ്ഞു വരുന്നതാണെങ്കിൽ ഉറപ്പാണ് അവിടെ ബോഡിക്ക് സ്റ്റാർവേഷൻ സ്റ്റേറ്റിലോട്ട് എന്തോ ബോഡി പോയിട്ടുണ്ട്, മസിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ എപ്പോഴും 2 to 4 kgs per month ആണ് എപ്പോഴും ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു 4 കിലോ കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തെ 10 കിലോ കുറയ്ക്കുക എന്നൊക്കെ പറയുന്ന അത് ഒന്ന് മാറ്റി എഴുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ഈ ആളുകൾ വന്ന് കാണാൻ വേണ്ടിയിട്ട്, വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം തോന്നാറില്ലേ? അതെ, കാരണം നമ്മൾ പലപ്പോഴും ഷോർട്ട് കട്ട്സ് കിട്ടുന്ന നമുക്ക് ഇഷ്ടമാണ് അല്ലേ. പെട്ടെന്ന് ഒന്ന് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ, പെട്ടെന്ന് എനിക്കൊന്ന് വെയിറ്റ് കുറഞ്ഞായിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂട്യൂബിൽ പോപ്പ് ഓൺ ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 10 കിലോ കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു വീഡിയോ കാണുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ടെൻഡൻസി ഉണ്ടാകും, നമുക്ക് പോയി ടാപ്പ് ചെയ്യുക, ആ വീഡിയോ കാണുക. നമുക്ക് യൂട്യൂബേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ കോണ്ടന്റ്സ് ചെയ്തിടുന്നത് അവരുടെ വീഡിയോസിനെ റീച്ച് ചെയ്യിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതെ അവരുടെ റവന്യൂ അതാണ്. പക്ഷേ ഇതിന് ഇങ്ങനത്തെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്, ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് അത് നമ്മളെല്ലാവരും അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്.
ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു ആഡാണ്, എനിക്കറിയാൻ മേലെ അതെന്താണ്, എൻ്റെ ഫീൽഡിൽ എപ്പോഴും വരും, വെയിറ്റ് ലൂസ് ചെയ്യുന്ന പിൽ. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു കാണും എനിക്കിങ്ങനെ ഒരു ഗുളിക കിട്ടിയായിരുന്നെങ്കിൽ കഴിക്കായിരുന്നു എന്ന്. സ്ഥിരം വരുന്നതാണ് മാജിക് പിൽ. ഈ പില്ല് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലൂസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പില്ല് ഈ ലോകത്തിലുണ്ടോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ഹങ്കർ സപ്രസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഡ്രഗ്സും ഇഞ്ചക്ഷൻസും ഒക്കെ ഉണ്ട് ആക്ച്വലി. പക്ഷെ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് തീരെ കഴിക്കാൻ പറ്റില്ല വൺസ് യു ആർ ഡൂയിങ് ദാറ്റ് ഇഞ്ചക്ഷൻ, ഇല്ലെങ്കിൽ ആ ഒരു പില്ല്. ഈവൻ ഈ പിൽസും ഇഞ്ചക്ഷൻസും ഒക്കെ പലപ്പോഴും നമ്മുടെ ഹങ്കർ സപ്രസ് ചെയ്യും. ഇപ്പോൾ ഒത്തിരി ഫുഡ് കണ്ടാൽ കൺട്രോൾ ഇല്ല, ഒത്തിരി കഴിക്കണം, അങ്ങനെയുള്ള ഒരാളാണ്. ഇപ്പോൾ ഭയങ്കര ഒബീസ് ആയിട്ടുള്ള ഒരാൾ, ജങ്ക് ഫുഡൊക്കെ ഒത്തിരി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഹങ്കർ സപ്രസ് ചെയ്യാൻ വേണ്ടി പലരും ഇങ്ങനത്തെ പിൽസ് എടുക്കും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആ സമയം നമ്മുടെ ബോഡിക്ക് കിട്ടില്ല. നമുക്ക് ഫുഡ് വേണമല്ലോ, ഫുഡ് കിട്ടിയാലാണ് നമുക്ക് ബോഡിയുടെ ഡെയിലി ഫങ്ഷനിങ്ങിനാണെങ്കിലും എന്താ പറയുക, നമ്മുടെ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഫുഡ് കഴിക്കണം. പക്ഷേ ഈ പിൽസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തീരെ ഹങ്കർ ഉണ്ടാവില്ല. ബോഡിക്ക് പിന്നീട് പല സൈഡ് ഇഫക്ട്സും പല ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പിൽസൊക്കെ എടുത്ത് കഴിയുമ്പോൾ. നമ്മുടെ ബോഡിയുടെ ടോട്ടൽ ഫംഗ്ഷനിങ് സപ്രസ്ഡ് ആവുന്നത്, നമ്മുടെ ഹങ്കർ ഹോർമോൺസും സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന ഹോർമോൺസും ഒക്കെ അവിടെ എന്താ പറയുക ഒരു ഇംബാലൻസ് വരിക, ഇമോഷണലിയും പ്രശ്നം വരാൻ സാധ്യത. അതെ 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 അതെ. അപ്പോൾ ഈ വിശപ്പ് മാറാനുള്ള ഇതുപോലെ ഈ പിൽസ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ മീല് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കുഞ്ഞു സാധനം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ എല്ലാ ന്യൂട്രിയൻസ് ഒരുമിച്ച് കിട്ടുന്നു, വൈറ്റമിൻസ് ഒരുമിച്ച് കിട്ടുന്നു, അങ്ങനെ പറയുന്ന ചില സാധനങ്ങളൊക്കെ ഇല്ലേ? മീൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പിൽസ്, ഇഞ്ചക്ഷൻസ് അങ്ങനത്തെയൊക്കെ ഇല്ലേ? അതോ ആക്ച്വലി മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലൈഫ് ലോങ് ഒരാൾക്ക് മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്ത് ശീലാക്കി പെട്ടെന്നൊന്ന് വെയിറ്റ് കുറച്ചു, ഒരു 5 days കൊണ്ട് മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്സ് മാത്രം കുടിച്ച് വെയിറ്റ് കുറച്ചു. അങ്ങനെ കുറയ്ക്കാൻ പറ്റും, വെയിറ്റ് കുറയും. പക്ഷേ അതിന് ബോഡിക്ക് അഡ്വേഴ്സ് എഫക്ട്സ് വരും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല എപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു ആ വെയിറ്റ് റീഗെയിൻ ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ബോഡിക്ക് വെയിറ്റ് കുറയാന്ന് പറഞ്ഞാൽ നമ്മൾ കാലറി ഡെഫിസിറ്റ് ആണല്ലോ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കാലറി ഡെഫിസിറ്റ് വരാൻ വേണ്ടി പലരും ഈ എന്താ പറയുക ഈ മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്സ് എടുക്കും. പക്ഷേ അത് എടുത്തു കഴിഞ്ഞ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര വെയിറ്റ് കുറച്ചോ അപ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് നമുക്ക് ബോഡിയിൽ റീഗെയിൻ ചെയ്യും. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടും ഈ മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്സ് എടുത്തോണ്ടും അതിൻ്റെ ഒരു ലോങ് ടേം റിസൾട്ട് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് ഒരു റിസൾട്ട് ഇല്ല, ഒരു എന്താ പറയുക ഒരു ഔട്ട്പുട്ട് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഔട്ട്പുട്ടൊന്നും വരുന്നില്ല. അതുപോലെ ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ബൗൺസിങ് ബാക്ക് ഞാൻ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളൊരു വാക്കാണ്. ആ ജേർണി കൂടെ കടന്നു പോയവർക്കറിയാം ഒരു സുഖമില്ല ഈ ബൗൺസിങ് ബാക്ക് എന്ന് പറയുന്ന പരിപാടി. നേരെ തിരിച്ച് പഴയ പോലെ ആവുക എന്നുള്ളൊരിത്. ആ ഒരു ബൗൺസിങ് ബാക്ക് എത്രത്തോളം ഈസിയാണ്? അത് ശരിക്കും പോസിബിൾ ആണോ? പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ടോട്ടലി ബൗൺസ് ബാക്ക് ചെയ്യാൻ എളുപ്പമാണോ? ആക്ച്വലി പ്രീ പ്രഗ്നൻസി സ്റ്റേറ്റിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ അത് ആർക്കും പോസിബിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു അമ്മയ്ക്കും പ്രീ പ്രഗ്നൻസി സ്റ്റേജിൽ എത്താൻ വേണ്ടിയുള്ളൊരു കേപ്പബിലിറ്റി ആ ഒരു ബോഡിക്കുണ്ട്, പ്രൊവൈഡഡ് വി ആർ ഡെഡിക്കേറ്റഡ് ഫോർ ദാറ്റ്. ഓക്കെ, പക്ഷേ എന്താ പറയുക ക്വിക്കായിട്ട് നേരത്തെ പോലെ ആകുക എന്ന് പറഞ്ഞൊരു ഇതൊരു റേസ് അല്ല, ഇതൊരു റേസ് അല്ല നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കാരണം നമ്മുടെ ബോഡി തന്നെയാണ്, ഇറ്റ് ഹാസ് ഗോൺ ത്രൂ എ ലോട്ട്. നമ്മുടെ കോർ സ്ട്രെങ്ത് ഒക്കെ കുറവായിരിക്കും, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഗിവ് ഇറ്റ് ഇനഫ് ടൈം എടുത്തിട്ട് ടേക്ക് ഇറ്റ് സ്ലോ, ബട്ട് എപ്പോഴും ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഗ്രാജുവലി നമുക്ക് പ്രീ പ്രഗ്നൻസി സ്റ്റേറ്റിലേക്ക് ഉറപ്പായിട്ട് വരാം. കാരണം ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ, ഈവൻ പ്രീ പ്രഗ്നൻസി എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 59-60 ആയിരുന്നു. നൗ ഐ എം അറ്റ് 56-57. ഞാൻ വെയിറ്റ് അല്ല കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ നേരത്തേക്കാളും ബെറ്റർ ഫിറ്റ്നസ് ലെവലിലാണ് ഞാനെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. സോ ഇഫ് ഐ ക്യാൻ ഡു എനി വുമൺ ക്യാൻ ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പലരും പറയുന്നതാണ് ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് 58 കിലോ ഉള്ള ഞാൻ 60 കിലോയാണ് ഒരു മാസം കഴിഞ്ഞിട്ട്. അതെന്താ ഈ തുടങ്ങുന്ന ഉടനെ തന്നെ വെയിറ്റ് കൂടിയിട്ടാണോ കുറയുന്നത്? അങ്ങനെയല്ല, നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫാറ്റിൻ്റെയും മസിലിൻ്റെയും ഡിഫറൻസ് ആണ്. നമ്മുടെ മസിൽ എന്ന് പറയുന്നത് ഫാറ്റിനേക്കാളും ഡെൻസ് ആണ്. ഓക്കെ, അതായത് ഫാറ്റ് എന്ന് പറയുന്ന വോളിയം ആണ് കൂടുതൽ, പക്ഷെ അതിൻ്റെ ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി മസിൽ ഗെയിൻ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആളുടെ ഫാറ്റ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, മസിലായിരിക്കും ഗെയിൻ ആയിട്ടുണ്ടാവുക. പക്ഷേ ഫാറ്റിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ഇൻ ടോട്ടൽ റിസൾട്ട് നോക്കുമ്പോൾ വെയിറ്റ് കൂടി, പക്ഷെ ആൾ ശരിക്കും ടോൺഡ് ആയിട്ടുണ്ടാവും. കാരണം മസിൽ മാസ് ആണ് ഗെയിൻ ചെയ്തിട്ടുള്ളത്, ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട് അവിടെ. പക്ഷേ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടിയെന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം വെയിറ്റ് കൂടിയെന്ന് വെച്ചാൽ ഫാറ്റ് കൂടിയെന്നാണ്. പക്ഷേ ഫാറ്റ് ആയിരിക്കില്ല, മസിലായിരിക്കും അവിടെ കൂടിയിട്ടുണ്ടാവുക. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾക്ക് മസിൽ ഗെയിൻ വരാൻ ചാൻസ് ഉണ്ട്. മദർഹുഡ് എന്ന് പറയുന്ന ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. 58 kg നിന്ന് തുടങ്ങി 20 kg കൂടി, അതിനുശേഷം 56 kg ലൈക്ക് വെയിറ്റ് വൈസ് പറയുക, അല്ലെങ്കിൽ ആ തുടങ്ങിയത് എവിടെയാണോ അതിനേക്കാളും സ്ട്രോങ്ങറായിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. അപ്പം ഇൻ ജനറൽ ആ ഒരു ജേർണിയിലോട്ട് പോകാൻ പോകുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വൺസ് ഒരു മദറായി കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് എപ്പോഴും കുഞ്ഞിൻ്റെ ഹെൽത്ത്,
കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, ഫാമിലിയുടെ കാര്യങ്ങൾ, നമുക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റീസാണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അവസാനം, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും അവസാനമായിരിക്കും. ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്കത് പ്രയോറിറ്റി ലിസ്റ്റിൽ എപ്പോഴും ടോപ്പിൽ വരില്ല. ഏതൊരു അമ്മയോടും എനിക്ക് പറയാനുള്ളത്, ഫിറ്റ്നസ് ഒരു ടോപ്പ് പ്രയോറിറ്റിയിൽ തന്നെ വെക്കുക. കാരണം യു വിൽ ബി ദി എക്സാമ്പിൾ. നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. നമുക്ക് അവരെ പറഞ്ഞ് പഠിപ്പിക്കാനേക്കാളും അവർ പെട്ടെന്ന് പഠിക്കുക, കാണുന്ന കാര്യങ്ങളാണ്. ദേ ഒബ്സർവ് ആൻഡ് ദേ ലേൺ. ഓക്കെ, അപ്പോൾ അവർ വളർന്നു വരുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ബി എ ലിവിങ് എക്സാമ്പിൾ ടു ദം. വർക്കൗട്ട് ചെയ്യുക, ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ അവരത് ചെറുപ്പത്തിൽ അവർ മനസ്സിലാക്കും. വൺസ് ആ ചെറുപ്പത്തിൽ അവരുടെ മനസ്സിൽ അതൊന്ന് ഫീഡായി കഴിഞ്ഞാൽ അവരും ത്രൂ അവരുടെ ഫ്യൂച്ചർ ലൈഫിലും അതെന്താ പറയുക, ഫിറ്റ്നസിൻ്റെ ഇമ്പോർട്ടൻസ് അവരത് ആ ഒരു ജേർണി ആയിട്ട് അവരും അത് ദെയർ ഫ്യൂച്ചറിൽ അവരത് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ബി എ ലിവിങ് എക്സാമ്പിൾ ടു യുവർ അപ്കമിങ് യുവർ കിഡ്സ് ആൻഡ് യുവർ ഫാമിലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എനിബഡി ക്യാൻ റീച്ച് ദെയർ ഫിറ്റ്നസ് ഗോൾ ഇഫ് യു ആർ ഡെഡിക്കേറ്റഡ് ആൻഡ് ഇഫ് യു ഹാവ് ദർ കമ്മിറ്റ്മെൻറ്റ്. ഒരു സ്ത്രീ ഒരാഴ്ചയിൽ ഏത് പ്രായമായിക്കോട്ടെ എത്ര തവണ വർക്കൗട്ട് ചെയ്യണം, എത്ര നേരം വർക്കൗട്ട് ചെയ്യണം? അത് ഓരോരുത്തരുടെ ഗോൾ അനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ജനറൽ ഫിറ്റ്നസ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ആസ് പെർ എന്താ പറയുക WHO ഒക്കെ പറയുന്നത് എന്താ പറയുക 150 മിനിറ്റ്സ് പെർ വീക്കാണ്. ഓക്കെ, അത് ജനറൽ ഫിറ്റ്നസ് ആണ്. അതിപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ലോ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണെങ്കിലാണ് ഈ 150 മിനിറ്റ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ റിഗറസ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരാഴ്ചയിൽ 75 മിനിറ്റ്സ്. ഇത് പക്ഷേ ജനറൽ റൂളാണ്. പക്ഷെ നമ്മുടെ ഗോൾ ഇപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഒരു വീക്കിൽ 1 kg കുറയ്ക്കണം എന്നാണ് ഒരാളുടെ ഗോളെങ്കിൽ കാലറി ഡെഫിസിറ്റ് വരണം. ഇപ്പോൾ കാലറി ഡെഫിസിറ്റ് വരണമെങ്കിൽ ഓവർ വീക്കിൽ നമ്മൾ ആ ഒരു ഡെഫിസിറ്റ് വരാൻ വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇത്രയും ഡെഫിസിറ്റ് വരുന്ന പോലെ കൂട്ടത്തിൽ ഡയറ്റും കാലറി ഡെഫിസിറ്റിൽ വരുന്ന പോലെ തന്നെ നമ്മൾ രണ്ടും പ്ലാൻ ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ ഗോളിനനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ഫ്രീക്വൻസി എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 1 വീക്കിൽ 1 kg കുറയ്ക്കാനുള്ള ആളാണെങ്കിൽ നമ്മൾ പെർ ഡേ വർക്കൗട്ടും ചെയ്യണം എവറി ഡേ. അതായത് റിക്കവറി പീരീഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 5 to 6 ഡേയ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കൂടെ നമ്മൾ ഡയറ്റും അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യണം. 1 ഡേ റിക്കവറിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ്ലി ബോഡിക്ക് എപ്പോഴും വർക്കൗട്ട് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അത് നല്ലതല്ല. അപ്പോൾ റിക്കവറി നമ്മൾ ഫോക്കസ് ചെയ്യുക, പക്ഷേ നമ്മുടെ ഗോൾ എന്താണ് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയൊക്കെ ഡിസൈഡ് ചെയ്യാൻ. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഗ്ലൂട്ടത്തിയോൺ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അത് ഇഞ്ചക്ഷനും ടാബ്ലറ്റും എല്ലാം ആയിട്ടുണ്ട്. അപ്പം പലർക്കും അത് ഭയങ്കര പേടിയാവും. ഇതിപ്പോൾ പുതിയതായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ചുമ്മാ ഓരോന്ന് കഴിച്ചിട്ട് അവസാനം വല്ല അസുഖം വരും എന്നൊക്കെ. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ഇറ്റ്? അങ്ങനെ പേടിയുള്ളവരോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി ഗ്ലൂട്ടത്തയോൺ നമ്മുടെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് ഈ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത്. അതിപ്പോൾ IV ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബോഡിയിൽ എന്താ പറയുക അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഡയറക്റ്റ് നമ്മൾ ബ്ലഡിലേക്കാണല്ലോ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് IV ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് IV കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ എന്താ പറയുക എക്സ്പേർട്ട് അല്ല ഇൻ ദാറ്റ് ഫീൽഡ്, ഡെർമറ്റോളജി എൻ്റെ ഫീൽഡല്ല. ബട്ട് സ്റ്റിൽ ആസ് പെർ മൈ നോളജ് IV ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ആക്സലറേറ്റ് ആയിട്ട് റിസൾട്ട് വരും. ഓക്കെ, അത് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഈ ഗ്ലൂട്ടത്തയോൺ ആക്ച്വലി. പിന്നെ സ്കിന്നിനും കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് അതൊന്ന് റെഗുലേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് ഈ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത്. അപ്പോൾ IV ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതല്ലാതെ നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ടും അങ്ങനെ പല ഫോമിൽ അത് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എടുക്കാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് വയ ഡയറ്റ് ഓൾസോ യു ക്യാൻ മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിന് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കാം. കാരണം സൾഫർ എന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടത്തയോണിൻ്റെ പ്രൊഡക്ഷന് പ്രീകസറാണ്. അതുണ്ടെങ്കിലാണ് ഗ്ലൂട്ടത്തയോണിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുള്ളൂ. അപ്പോൾ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇഞ്ചക്ഷൻസോ ഇല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ ഡയറ്റ് ഫോക്കസ് ചെയ്തിട്ട് ഒരു പരിധിക്ക് വരെ അത് ബീറ്റ് ചെയ്യാം. ഇത് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഗ്ലൂട്ടത്തയോൺ കിട്ടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഗ്ലൂട്ടത്തയോൺ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നാച്ചുറലി കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ്? നാച്ചുറലി നമുക്ക് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്ന ഒത്തിരി നല്ലതായിരിക്കും. കാരണം ഗ്ലൂട്ടത്തയോണിൻ്റെ പ്രൊഡക്ഷന് സൾഫർ ഉണ്ടെങ്കിലാണ്, അതൊരു പ്രീകസറാണ്. ഓക്കെ, സൾഫർ ഉണ്ടെങ്കിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നത് ഒരു പരിധിക്ക് വരെ നമുക്ക് ഗ്ലൂട്ടത്തയോണിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ കൂട്ടാം. അപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അനിയൻ നല്ലതാണ്, ഗാർലിക് നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഗാർലിക്, പിന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കോളിഫ്ലവറും ബ്രോക്കോലി, അങ്ങനത്തെ ഫുഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ സൾഫർ കണ്ടെയ്നിങ് ഫുഡ്സാണ്. അപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെസ്സുള്ളൊരു പരിപാടിയാണ്. അതിനുവേണ്ടി സമയം കണ്ടുപിടിക്കണം, അതിനുവേണ്ടി ശരീരാധ്വാനം ഉണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പലരും വിചാരിക്കുന്നൊരു കാര്യമാണ് ഡയറ്റ് അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ, വെയിറ്റ് അങ്ങോട്ട് കുറഞ്ഞോളൂല്ലോ എന്നുള്ളത്. അപ്പോൾ ഡയറ്റ് വേഴ്സസ് വർക്കൗട്ട് എന്ന് ഞാൻ ദൃശ്യമായിട്ട് എടുത്ത് ചോദിച്ചാൽ എന്ത് പറയും? ഓക്കെ, അത് ഞാൻ കാലറി മാനേജ്മെൻറ്റ് കാര്യം പറയാം. ഓക്കെ, വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കാലറി ഡെഫിസിറ്റ് ആണ്. അത് മിക്കവർക്കും അറിയാം. ഹിഡൻ ആയിട്ടുള്ള വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അങ്ങനെ വേറെ കുറേ ഹോർമോണൽ വേരിയേഷൻസ്, അങ്ങനെ കുറേ ഹിഡൻ ഫാക്ടേഴ്സ് ഉണ്ട് വെയിറ്റ് കുറയാൻ. പക്ഷേ അതൊന്നും അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ പറയുന്നത് കാലറി ഡെഫിസിറ്റ് ആണ് മെയിനായിട്ട്. വെയിറ്റ് കുറയണമെങ്കിൽ കാലറി ഡെഫിസിറ്റിലായിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ കാലറി മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാളിപ്പോൾ ജനറലി ഒരാൾ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു ദിവസം മാക്സിമം എത്ര ഒരു കാലറി ബേൺ ചെയ്യാൻ പറ്റും? ഒരു
500, 800 മാക്സിമം 500 പിടിച്ചാൽ മതി. 500. കാരണം അത് കിട്ടണമെങ്കിൽ തന്നെ ഒത്തിരി എഫേർട്ട് വരുന്നൊരു കാര്യമാണ്. നേരെ മറിച്ച് ഒരാൾക്ക് ഒരു സിറ്റിങ്ങിൽ നമുക്ക് എത്ര കാലറീസ് വേണമെങ്കിലും കഴിക്കാം. മേ ബി ഒരു 2000 കാലറീസ്. ഇപ്പോൾ ജങ്കൊക്കെ ആണെങ്കിൽ പിസയൊക്കെ ഒത്തിരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2000 കാലറീസൊക്കെ ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ കാലറി മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ത്രൂ ഡയറ്റ് നമുക്ക് കാലറീസ് ഒന്നും കൂടെ എളുപ്പമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഡയറ്റ് ത്രൂ മാത്രമാണ് നമ്മൾ കാലറി ഡെഫിസിറ്റ് വരിക എന്ന് വിചാരിക്കുക. നമ്മൾ ഒരു പരിധിയുണ്ട്, അത് വെച്ച് നമുക്ക് വെയിറ്റ് കുറയ്ക്കാമെന്ന്. ഓക്കെ, അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ബോഡിയിൽ നമ്മൾ കാലറി ഡെഫിസിറ്റ് ഇടുമ്പോൾ ഓൺലി ത്രൂ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസീസ് വരും. കാരണം നമ്മൾ അത്രയും കാലറി റെസ്ട്രിക്ഷൻ ചെയ്യണമല്ലോ, ഡയറ്റ് മാത്രമാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബോഡിക്ക് അങ്ങനെ ന്യൂട്രിയൻസ് കുറഞ്ഞു വരിക, വേറെ പല സൈഡ് ഇഫക്ട്സ് വരിക, സ്കിന്നിൻ്റെ ഗ്ലോ പോവുക, ഹെയർ ലോസ് വരിക, അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഡയറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ. കാരണം കാലറി അത്രയും റെസ്ട്രിക്ട് ചെയ്താലാണ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇഫ് യു ആർ ഡൂയിങ് ഡയറ്റ് അലോങ് വിത്ത് വർക്കൗട്ട്സ് നമുക്ക് കാലറി മാനേജ്മെൻറ്റ് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ എന്താ പറയുക, സ്കിന്നിൻ്റെ ഗ്ലോ, ഹെയർ ലോസ് ഒക്കെ അതൊന്നും വരാതെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. പക്ഷേ എപ്പോഴും കാലറി മാനേജ്മെൻറ്റ് ഡയറ്റ് ത്രൂ ആണ് കുറച്ചുകൂടി ഈസിയർ. പക്ഷേ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ചെയ്യണം.